ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ ടോപ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് ഒരുമിച്ച് തന്നെ കാണിക്കാതിരുന്നതേ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. പിന്നെ നിങ്ങൾക്ക് കാണേണ്ടതും പഠിക്കേണ്ടതായ ഭാഗങ്ങളൊന്നും കാണാനും പഠിക്കാനൊന്നും പറ്റത്തില്ല, ഞാനിങ്ങനെ സ്പീഡിലങ്ങ് കാണിച്ചു പോയാലേ. അതുകൊണ്ടാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേറെ ഇട്ടത്. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ബാക്കും ഫ്രണ്ടും സ്ലീവും പിന്നെ നെക്ക് തയ്ക്കാനുള്ള 2 പീസുമാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ സ്ലീവിന് 2 ജോയിൻറ്റ് പീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. എന്നിട്ട് നമ്മൾ ആ നെക്ക് ഞാനിപ്പോൾ ഒരു സ്റ്റിഫിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കും വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും അകലം 3.5 ഇഞ്ചിലും ബാക്ക് ലെങ്ത്ത് 5 ഫ്രണ്ട് 6 ഇഞ്ചിലുമാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. രണ്ടിൻ്റെ അകലം ഒന്നാണ്, 3.5 ഇഞ്ചാണ്. താഴോട്ട് ഇറക്കിയിരിക്കുന്നത് 2 വ്യത്യാസമുണ്ട്. ബാക്ക് അധികം ഇറക്കിയിട്ടില്ല, ഫ്രണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം സ്ക്വയർ നെക്കാണ് എടുത്തേക്കുന്നത്. നമ്മൾ വിചാരിക്കും സ്ക്വയർ നെക്കാകുമ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് തയ്ക്കാമെന്നൊക്കെ. പക്ഷേ അതിൻ്റെ ചെറിയൊരു ചരിവോ അല്ലെങ്കിൽ ഒരു വളവോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തറിയാൻ പറ്റുന്നൊരു നെക്കാണ് സ്ക്വയർ നെക്ക്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് വളരെയധികം ശ്രദ്ധിച്ച് തയ്ക്കണം കേട്ടോ. അപ്പം നമ്മൾ നെക്കിൻ്റെ ബാൻഡ് പീസ് ആദ്യം തയ്ച്ചിട്ട് സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ ചുറ്റിനുമൊക്കെ ഒന്ന് അടിച്ച് ആ തുണിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിനാണ് ഞാൻ 2 തുണി എടുത്തത്. എന്നിട്ട് ആ തുണി അങ്ങോട്ട് സെൻറ്റർ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിലേക്ക് തയ്ക്കുമ്പോൾ ടോപ്പിൻ്റെ സെൻറ്റർ നമ്മൾ ഇതുപോലെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സെൻറ്ററും കൂടി ആകുമ്പോൾ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. വളവും തിരിവും ഒന്നും നെക്കിന് വരാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെയും ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്നോ അത് തേക്കുന്ന വശമാണ് തുണിയിലേക്ക്, ഒട്ടുന്ന വശമാണ് തുണിയിലേക്ക് വെക്കേണ്ടതും ആ പേപ്പർ പോലെ ഇരിക്കുന്ന വശം നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് തേച്ചൊക്കെ വരുമ്പോഴേക്കും അതവിടെ ഒട്ടിയിരുന്നോളും. ആദ്യമേ തന്നെ സ്റ്റിഫ് തുണിയിലേക്ക് ഒട്ടിക്കണം എന്നില്ല, എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റിനും നെക്കിൽ അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും അതിൻ്റെ സെൻറ്ററും ഒന്ന് നോട്ട് ചെയ്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ടോപ്പിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഇതിലിപ്പോൾ വ്യത്യാസമൊന്നുമില്ല, കാരണം ഞാൻ ഫ്രണ്ട് കുഴിച്ച് കൈക്കുഴിയൊന്നും വെട്ടിയിട്ടില്ല. ഇത് രണ്ടും ഒരേ പീസ് തന്നെയാണ്. പിന്നെ ബാക്ക് ടക്ക് ഞാൻ ബാക്ക് പീസിലൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ഒരേ പീസ് തന്നെയാണ്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് ഞാൻ ഫ്രണ്ടിൽ ആ കൈക്കുഴീൻ്റെ 1.5 ഇഞ്ച് തള്ളുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് നേരെ കോണിച്ചിങ്ങനെ വരയ്ക്കും. അത് ഫ്രണ്ട് ടക്കാണ്. എനിക്ക് ചുരിദാറിനൊക്കെ ഫ്രണ്ട് ടക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ ഇട്ടാൽ നല്ലതായിരിക്കും. നമുക്ക് ആ ഭാഗത്ത് ഒരു ഷേപ്പൊക്കെ കിട്ടും. അത് തയ്ച്ച് കഴിയുമ്പോൾ ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ, അത് ഇട്ടാലുള്ള അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ അത് ഇട്ടാൽ നല്ലതായിരിക്കും. ഇടണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, അല്ലാത്തവർക്ക് ഇടണ്ട. ഓക്കെ, അപ്പം ഞാൻ ആ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ കൈക്കുഴി വെട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാനിത് ഈ ടക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കൈക്കുഴി ഇപ്പോൾ വെട്ടാൻ പോകുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേറെ വേറെ ഇട്ടുകൊണ്ട് ഇനി തുണി അതിൻ്റെ ഇതിൽ മാറിപ്പോണ്ടെന്ന് വിചാരിച്ച് ഇപ്പോൾ കാണിച്ചതാണ് കേട്ടോ അത് കൈക്കുഴി വെട്ടുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഇനി കൈക്കുഴി എടുത്തിട്ട് കുറച്ച് കുഴിച്ചങ്ങ് വെട്ടുവാണ്. നമ്മൾ 1 ഇഞ്ച് ആ തയ്ച്ച ആ ഭാഗമില്ലേ അവിടെ കണ്ടിട്ട് 1 ഇഞ്ച് ഒന്ന് അകത്തി കുഴിച്ചങ്ങ് വെട്ടി മാറ്റിയിട്ടോ. ഉണ്ടോ, ഇപ്പോൾ ഫ്രണ്ട് വ്യത്യാസമായി. ബാക്കിനേലും ഫ്രണ്ട് കൈക്കുഴിയൊക്കെ വെട്ടിയിട്ടുണ്ട്, ടക്ക് ഇട്ടിട്ടുണ്ട്, ഫ്രണ്ട് ടക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഫ്രണ്ട് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ആ നെക്ക് പീസ് എടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പം നല്ല വശവും കൂടി ഞാൻ ആ തുണി തന്നെ എടുത്തുകൊണ്ട് നല്ല വശം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക്. അതെടുത്ത് വെച്ചിട്ട് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ടോപ്പിൻ്റെ സെൻറ്ററിലൊക്കെ ആ നെക്കിൻ്റെ സെൻറ്ററും കൂടി വെച്ച് കൊടുത്തിട്ട് ആ നടുവേ നമ്മളൊന്ന് താഴെ വരെ അറ്റം വരെ അടിക്കേണ്ട, കുറച്ച് വരെ അടിച്ചിട്ടൊന്ന് നിർത്തുക. ഇപ്പോൾ നെക്ക് പോർഷൻ തെന്നിയൊന്നും മാറത്തില്ല. നമ്മൾ ഇത് കുറച്ചൊന്ന് തെന്നി മാറിയാൽ മതി, നെക്ക് വളഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് നെക്ക് മാറാതിരിക്കാനാണ്, ഞാനിങ്ങനെ തെന്നി പോകാതിരിക്കാനാണ് ആ സെൻറ്റർ ഒന്ന് അടിച്ചു കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ 4 വശം അടിച്ചിട്ട് നമ്മളതൊന്ന്
നടുക്കുന്ന അരയിഞ്ച് ഇട്ടിട്ട് വേണം കേട്ടോ, തയ്യൽത്തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നിവർത്തി വെച്ചിട്ട് ഇനി അടിക്കുന്ന അടിപ്പ് ലൈനിങ്ങിലല്ല, ആ കഴുത്തിൻ്റെ പീസിലാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത് കഴുത്തടിച്ച പീസില്ലേ, ആ തുണിയിലാണ് കേട്ടോ അടിപ്പ് വരുന്നത്. നല്ല തുണിയിൽ അടിപ്പ് വരരുത്. ഞാനിത് എപ്പോഴും പറയുന്നതാണ്. ചിലവരൊക്കെ ചെയ്യുന്നത് കാണാം, നന്നായിട്ടൊക്കെ തയ്ക്കുന്നവരും കുറേ വർഷങ്ങളായിട്ടൊക്കെ തയ്ക്കുന്നവരും ഫ്രണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്തിട്ട് അടിക്കുന്നത് കാണാം. അങ്ങനെ അടിക്കാതിരിക്കുക. പുറത്ത് നെക്ക് പോർഷനിലൊക്കെ അടിപ്പ് കാണുന്നത് വൃത്തികേടാണ്. നമ്മൾ നെക്കൊക്കെ പരമാവധി ഹെം ചെയ്ത് തന്നെയൊക്കെ എടുക്കണം കേട്ടോ. എത്ര നമുക്ക് അറിയാം ഹെമ്മിങ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, മടിയുള്ള കാര്യമാണ് എന്നൊക്കെ അറിയാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ ചുരിദാറൊക്കെ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയായിരിക്കും നെക്ക് പോർഷനൊക്കെ കാണാനായിട്ട്. അപ്പം നമ്മൾ നമ്മുടെ തയ്ച്ച് നല്ല വൃത്തിയായൊക്കെ ഇട്ടാലല്ലേ പുറത്തുള്ളവരൊക്കെ നമുക്ക് തയ്ക്കാനൊക്കെ തരുള്ളൂ. അപ്പം നമ്മൾ അതുപോലെ തന്നെയൊക്കെ നെക്ക് പോർഷൻ ചെയ്യുക, പുറത്തിട്ടൊന്നും അടിക്കാതിരിക്കുക. ഇതുപോലെ തന്നെ ബാക്ക് പീസും എടുത്ത് വെച്ചിട്ട് ബാക്ക് നെക്കും നമ്മൾ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, സെൻട്രൽ പീസ് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഇതിനാണ് നമ്മൾ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യാൻ നിൽക്കണ്ടേ. കണ്ടോ, ഇതിങ്ങനെ അടിച്ചിട്ട് 4 വശവും കട്ട് ചെയ്ത് കൊടുത്ത് അകത്തുനിന്ന് ആ പീസ് എടുത്ത് മാറ്റിയിട്ട് മൂലയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ അടിപ്പിടുന്നത് ആ വെച്ച തുണിയിലേക്കാണ്, ടോപ്പിൻ്റെ നല്ല തുണിയിലേക്ക് അല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറും തമ്മിൽ കൂട്ടുകയാണ്. ഈ ചുരിദാർ ഈ ടോപ്പ് തയ്ക്കാനായിട്ടുണ്ടല്ലോ ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സമയമായത്. ഇനി നമ്മൾ അതിൻ്റെ ഷോൾഡർ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം തയ്ച്ച ആ പീസ് ഇങ്ങോട്ട് നിവർത്തിയിട്ടിട്ടാണ് അടിക്കുന്നത്. മടക്കി കറക്റ്റാക്കി വെച്ചിട്ടല്ല, കണ്ടോ, അതിങ്ങനെ നിവർത്തിയിട്ടിട്ടാണ് ആ ഷോൾഡർ അങ്ങ് കൂട്ടുന്നത്. ഒന്ന് വീഡിയോ ശ്രദ്ധിച്ചേക്കണേ. കണ്ടോ, അത് നിവർത്തി അങ്ങോട്ട് വെച്ചിട്ടാണ് 2 വശവും നമ്മളൊന്ന് കൂട്ടിയെടുക്കുന്നത്. ഷോൾഡറൊക്കെ അടിക്കുമ്പോൾ 2 അടിപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഷോൾഡറൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിവർത്തി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ അകത്തേക്ക് പോകുന്ന വശം ഇപ്പോൾ അവിടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടോ ആ വശവും കൂടി കൂട്ടി നമ്മൾ അടിച്ച കാരണം അതിൻ്റെ അടിപ്പ് വശമൊന്നും അകത്തും കാണത്തില്ല, അത് വൃത്തിക്ക് ഇരുന്നോളും. കണ്ടോ, അകത്തും കാണത്തില്ല അടിപ്പൊന്നും. കണ്ടോ, അത് അകത്തേക്ക് പോയി ആ അടിപ്പും. അതിനാണ് ആ ഷോൾഡർ ആ വശവും നിവർത്തി വെച്ച് അടിച്ചത് കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ ഭാഗം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സ്ലീവ് എടുത്തിട്ട് സ്ലീവിൽ നമ്മൾ 2 സ്ലീവിലും ഒരു സൈഡ് ജോയിൻ പീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ജോയിൻ പീസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അണ്ടർആമിൻ്റെ വശത്തൊക്കെ അങ്ങ് പോകുമ്പോൾ അത് കാണത്തൊന്നുമില്ല. നേരെ മറിച്ച് തുണിയില്ലാന്ന് വിചാരിച്ച് കൈയിൻ്റെ ആ നടുവേ വശമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടിപ്പൊക്കെ കാണുമ്പോൾ വൃത്തികേടായിരിക്കും. പ്രിൻ്റഡിലൊന്നും പെട്ടെന്ന് അറിയില്ല, പ്ലെയിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയും, പ്ലെയിൻ മെറ്റീരിയലൊക്കെ എടുത്തറിയും. അതുകൊണ്ട് നമ്മൾ പരമാവധി ജോയിൻ പീസൊക്കെ ഇങ്ങനെ കാണാത്ത വശങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 വശത്തും 2 സ്ലീവിലും 2 വശത്തുമില്ല, ഓരോ സൈഡിൽ 2 സ്ലീവിലും ഒരു ചെറിയ ജോയിൻ പീസ് ഉണ്ട്. അതങ്ങ് വെച്ച് ഞാൻ തയ്ച്ചു കൊടുക്കുവാണ്. കണ്ടോ, ഇനി നമ്മൾ താഴെ വശം ഞാൻ പറഞ്ഞിരുന്നു ഒരു 1/2 ഇഞ്ച് വീതിയിൽ 2 പ്രാവശ്യം അങ്ങ് മടക്കി അങ്ങ് അടിക്കും. ഞാൻ സ്ലീവിന് അത്യാവശ്യം ലെങ്ത്ത് എടുത്തായിരുന്നു കേട്ടോ. എനിക്ക് ആവശ്യമുള്ള ലെങ്ത്ത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കാം. പക്ഷേ ഇത്രയും ലെങ്ത്ത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ചുരിദാർ ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3/4 എടുക്കുമ്പോൾ സാധാരണ 15.5, അത് 15.5 16 എടുക്കാറുള്ളൂ. ഞാനിപ്പോൾ ടോട്ടൽ എല്ലാം കൂടി ഒരു 20 എടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 18.5 അടുത്ത് കാണും. അപ്പോൾ ഇത്രയും കൂടി ലെങ്ത്ത് കിട്ടും. അത് എനിക്കൊരു ഭംഗിയായിട്ട് തോന്നി കേട്ടോ. എന്നിട്ട് ജോയിൻ പീസൊക്കെ ചെയ്ത് താഴെ വശം അടിച്ചിട്ട് ഞാൻ ഈ കൈ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കാരണം ഈ ജോയിൻ പീസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോഴേ ഒന്നുകൂടിയൊക്കെ ഷേപ്പ് ചെയ്യാനുണ്ടെന്ന് തോന്നി. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ, ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഈ സമയത്തെ ഞാനത് ഓർക്കുകയുള്ളൂ, ഫ്രണ്ട് സ്ലീവും കുഴിച്ച് വെട്ടി കൊടുക്കണം. മറന്നു പോകാറില്ല കേട്ടോ, ഈ സമയത്തെങ്കിലും ഞാനത് ഓർക്കാറുണ്ട്. ആരും മറന്നു പോകരുത്. ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ.
സിസേഴ്സിൻ്റെയൊക്കെ മൂർച്ച കുറഞ്ഞതുകൊണ്ടേ ശരിയാവുന്നില്ല കട്ട് ചെയ്തിട്ട്. ഒറ്റ വെട്ടിലങ്ങ് കട്ടായി പോകുന്നില്ല. ഇതൊക്കെ ഇനിയൊന്ന് മൂർച്ച കൂട്ടിയെടുക്കണം. അപ്പം ഞാൻ കൈക്കുഴി ഫ്രണ്ടിൽ അങ്ങ് കുഴിച്ച് വെട്ടുവാണ്. അപ്പം നല്ല വശവും കൂടി സ്ലീവ് ഇട്ട് കൊടുത്തിട്ട് ദേ ഇങ്ങനെ അങ്ങ് ഈ ഒരു പീസ് അങ്ങ് കട്ട് ചെയ്ത് കുഴിച്ചെടുക്കുവാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് അങ്ങനെ കിട്ടും കേട്ടോ. ഉണ്ടോ? ഇനി ഈ 2 സ്ലീവും നമ്മൾ ആ ഫ്രണ്ട് ഭാഗത്തെ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് കൈയിൻ്റെ കുഴിച്ച് വെട്ടിയ ഭാഗം വരണം കേട്ടോ. അത് മാറിപ്പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ മാറിപ്പോയാൽ അപ്പുറത്തെ കൈ മാറി പോകും എന്തായാലും. അതുകൊണ്ട് ഒരു കൈ മാറാതെ നമ്മൾ നോക്കണം കേട്ടോ. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ കുഴിച്ച് വെട്ടിയത് ബാക്ക് പീസിൽ വന്നു പോയാൽ ബാക്ക് കൈക്കുഴി കയറിയിരിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മാറിപ്പോകരുത്. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് ഇതൊക്കെ മാറിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ കൈയൊക്കെ ജോയിൻ ചെയ്തിട്ട് 2 അടിപ്പൊക്കെ കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഒരടിപ്പൊക്കെ കാണിച്ചെന്നിരിക്കുകയുള്ളൂ. അത് 2 അടിപ്പ് ഞാൻ എല്ലാ വശവും അടിക്കുന്നുണ്ട്. അടുത്ത കൈയും നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. വെറും 200 രൂപയുടെ മെറ്റീരിയൽ എടുത്ത് നൈറ്റ് തയ്ക്കാൻ പറ്റിയ തുണിയായിരുന്നു. പക്ഷേ ഇത് ടോപ്പ് തയ്ച്ചിട്ടും നല്ലതായിരുന്നു കേട്ടോ. ഇട്ടിട്ടും എല്ലാവർക്കും ഇഷ്ടമായി. ഒത്തിരി പേരെ എന്നോട് ചോദിച്ചു ഇത് നല്ലതാണല്ലോ. അപ്പം ഞാൻ നൈറ്റി തുണിയാണെന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വരുന്നില്ല. ഞാൻ പറഞ്ഞു നൈറ്റി അടിക്കാം, ടോപ്പ് അടിക്കാം, ഇത്ര രൂപ ആയുള്ളൂ എന്ന് പറഞ്ഞു. ഒത്തിരി പേരെ എന്നോട് ചോദിച്ചു ഞങ്ങൾക്കും തയ്ച്ചു തരുമോ എന്ന് ഈ മെറ്റീരിയൽ കണ്ടിട്ട്. അപ്പം നമുക്ക് തയ്ക്കാൻ അറിയാമെങ്കിൽ വെറും 200 രൂപയുടെ തുണി എത്ര രൂപയുടെ ആകട്ടെ, എത്ര കുറഞ്ഞതാകട്ടെ, നമ്മുടെ തയ്യലിലാണ് ആ തുണിയുടെ ഭംഗിയാക്കുന്നത് കൂടുതൽ. നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുണിയായാലും നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചുരിദാർ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മൾ തുണി വില നോക്കിയിട്ടല്ല അത് തയ്ച്ചെടുക്കുന്നത്. തുണി എത്ര കുറഞ്ഞതും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ തയ്യൽ നല്ലതായിരുന്നാൽ ആ തുണിക്ക് തയ്ക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഇത് നല്ലതായതുകൊണ്ടാണല്ലോ എന്നോട് ഒത്തിരി പേര് ചോദിച്ചത്. പിന്നെ നമ്മളിങ്ങനെ നൈറ്റി മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ കളറും പിന്നെ ഡിസൈനൊക്കെ ഇതിപ്പോൾ ടോപ്പിനും പറ്റിയ മെറ്റീരിയൽ ആയതുകൊണ്ട് നൈറ്റി മെറ്റീരിയൽ ആണെന്ന് പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് നമ്മളെ 2 വശവും സ്ലിറ്റ് വരെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുവാണ് കേട്ടോ. കൈയിൻ്റെ അവിടെ തൊട്ടിട്ട് സ്ലിറ്റ് വരെ അങ്ങ് അടിച്ചു കൊടുക്കുവാണേ. കൈയൊക്കെ ഞാൻ ആദ്യത്തെ കൈ അടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കൈയും അതേ അളവിൽ തന്നെ ഒന്ന് വെച്ചിട്ട് അടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 ഇഞ്ച് അകലത്തിലാണ് 2 സൈഡും എടുത്തത്. എനിക്കിതിൽ മാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ വേറെ കളർ ചോക്കൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് നമ്മൾ ആ ലാസ്റ്റത്തെ അതായത് ഒരു 5 ഷേപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 4ാമത്തെ ഷേപ്പ് വരെ 1.5 ഇഞ്ചും അവിടെ നിന്ന് അങ്ങോട്ട് 1 ഇഞ്ച് സ്ലിറ്റിൻ്റെ അങ്ങോട്ട് ആണ് തയ്യൽ തുമ്പ് എടുത്തത്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ സ്ലിറ്റ് വരെ അടിച്ചെടുത്തത്. നിങ്ങൾ മാർക്കറോ ചോക്കോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം തുടക്കക്കാരൊക്കെ അടിക്കാനായിട്ട്. അല്ലെങ്കിൽ അടിപ്പ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നാലേ നമ്മുടെ ഷേപ്പൊക്കെ വ്യത്യാസം വരും. ഇപ്പം ഞാൻ ആ 2 വശവും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് സ്ലിറ്റ് വശമാണ്. സ്ലിറ്റ് വശം അടിക്കുമ്പോഴുണ്ടല്ലോ നമ്മളിത് വെറുതെ ഇങ്ങനെ ഒന്ന് മടക്കി 2 മടക്കങ്ങ് കൊടുത്തിട്ടുണ്ടല്ലോ, അറ്റം വരെയൊന്നും ഇങ്ങനെ വലിച്ചൊന്നും പിടിക്കരുത്. തുണി വലിച്ചേ പിടിക്കരുത് സ്ലിറ്റ് അടിക്കുമ്പോഴത്തേക്കും. ഞാനിപ്പോൾ നോക്കുന്നത് എന്താണോ 2 സ്ലിറ്റും അവിടെ നിന്ന് അങ്ങ് വെച്ച് നോക്കുവാണ് കേട്ടോ ഈക്വൽ ആയിരുന്നു എന്ന്. കാരണം ഒന്ന് കയറി ഇറങ്ങി പോയെന്നാലേ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴാണെങ്കിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ സ്ലിറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അന്നേരം തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. ഈ സ്ലിറ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ 2 സ്ലിറ്റ് ഒരേ ഇറക്കത്തിലാണോ വന്നേക്കണതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ലിറ്റ് മൊത്തം അഴിക്കേണ്ടി വരും അത്. അപ്പം സ്ലിറ്റ് ഇതേ ഇങ്ങനെ പതിയെ അങ്ങ് അടിച്ച് എത്തിക്കണം കേട്ടോ. വലിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല.
കണ്ടോ? അങ്ങനെ സ്ലിറ്റിൻ്റെ ഭാഗവും നമ്മൾ വൃത്തിയായിട്ട്, ഈ സ്ലിറ്റഡ് ടോപ്പിലൊക്കെ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്ലിറ്റിൻ്റെ ഭാഗങ്ങളും പിന്നെ നെക്ക് പോർഷനും പിന്നെ സ്ലീവിൻ്റെ ഷേപ്പൊക്കെ. സ്ലീവ് നമ്മൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേളിലത്തെ അളവ് നമ്മൾ കൈക്കുഴീൻ്റെ അളവ് എടുക്കും. അത് കൂടാണ്ട് ഒരു 5.5-6 ഇഞ്ച് ഇറക്കത്തിൽ, 6 ഇഞ്ചാണെങ്കിൽ അവിടെ വെച്ചിട്ട് 5.5 ഇഞ്ചാണെങ്കിൽ അവിടെ വെച്ചിട്ട് അവിടെ നമ്മളൊരു ഇറക്കത്തിൽ ഒരു ഷേപ്പ് കൊടുത്തിട്ട് പിന്നെ താഴത്തെ ഏറ്റവും അറ്റത്തെ ഷേപ്പും അങ്ങനെയൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ ആ കൈയിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ സ്ലീവ് വരും കേട്ടോ. അല്ലാണ്ട് നമ്മൾ മേളിലും താഴെയും മാത്രം എടുത്തിട്ട് നടുക്കൊന്നും സെൻറ്ററൊന്നും അടയാളപ്പെടുത്താതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൈയിൻ്റെ അതേ ഷേപ്പിൽ കിട്ടത്തില്ല. ഇപ്പം ഇത് നിങ്ങൾക്ക് തയ്ച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഞാൻ ആ 3 ഷേപ്പൊക്കെ എടുത്ത് ചെയ്തതിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കൈയൊക്കെ നമ്മുടെ ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഉണ്ടല്ലോ, കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും അങ്ങനെ തയ്ക്കുമ്പോൾ. ഞാൻ ചിലവർ തയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ മുകളിലത്തെ കൈക്കുഴീൻ്റെ അവിടുത്തെ അളവും പിന്നെ ഏറ്റവും താഴത്തെ അളവ് കൊടുക്കും, ബാക്കി കൈയിൻ്റെ അളവൊന്നും എടുക്കില്ല, നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ആ ഷേപ്പിൽ ഇങ്ങ് വരച്ചെടുക്കും. അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ആ മസിലിൻ്റെ വശമൊക്കെ വ്യത്യാസമുണ്ടാകും. ചിലർക്ക് ഇത്തിരി കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് കുറവും മതി. അപ്പോൾ അവിടുത്തെ അളവും കൂടി എടുത്തുന്ന ആ ഒരു നമ്മുടെ ആ ഒരു ഷേപ്പും കൂടി അവിടെ കറക്റ്റായിട്ട് കിട്ടുവേ. എങ്ങനെ ഞാൻ 2 സ്ലിറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ഭാഗം അടിച്ചു കഴിഞ്ഞിട്ട് താഴെ ഭാഗം അടിക്കൂലേ നമ്മൾ, അപ്പോഴും നമ്മൾ ആ സ്ലിറ്റിൻ്റെ അതേ മടക്കിൻ്റെ നമ്മൾ എടുത്തില്ലേ, എന്തോരാണ് നമ്മൾ അരയിഞ്ചൊക്കെ എടുക്കുള്ളൂ. അതിൽ കൂടുതൽ എടുത്ത സ്ലിറ്റ് നമുക്ക് മടക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അരയിഞ്ച് അളവിലകത്തേക്ക് ഇങ്ങനെ മടക്കിയാൽ മതി കേട്ടോ. ആ അളവ് തന്നെ നേരെ താഴെ വശത്തും താഴത്തും കൊടുക്കണം കേട്ടോ. അതാണ് ഒരു ഭംഗി. ഇങ്ങനെ 3 വശം ഇങ്ങനെ നോക്കുമ്പോഴേ വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരേ അടിപ്പ അകലത്തിൽ തന്നെ 2 സ്ലിറ്റും അടിക്കുമ്പോൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഒരെണ്ണം കയറി ഇറങ്ങിയെന്ന് പോരുത്, അപ്പോൾ ഇറക്കം കൂടിയും കുറഞ്ഞൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് അടിക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാ വശങ്ങളും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് ടെക്ക് ഞാൻ ഇട്ട് കൊടുക്കാതെ കാര്യം വേറെ ഒന്നുമല്ല, ഈ തുണിയിൽ മാർക്ക് ചെയ്തിട്ട് എനിക്ക് കാണുന്ന ഒരു ചോക്ക് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും അവസാനം ഇങ്ങനെ മാർക്ക് ചെയ്യാം, കാരണം ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ എനിക്ക് കാണില്ല, പിന്നെ എന്തായാലും ഞാൻ തയ്ക്കുമ്പോൾ അളവെടുക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് നോട്ട് ചെയ്തിട്ട് 4 സെൻറ്ററിൻ്റെ അവിടെ വെച്ചിട്ട്, അതായത് ടോട്ടൽ 8 എടുക്കുന്നുണ്ട് അകലം. എൻ്റെ XXL അളവായതുകൊണ്ടാണ്. XLൊക്കെ ആണെങ്കിൽ ഒരു 7 എടുത്താൽ മതി. അപ്പോൾ 3.5 സെൻറ്ററായിട്ട് വെക്കണം. അപ്പം ഞാൻ ഏറ്റവും ഷോൾഡറിൽ നിന്ന് താഴേക്ക് 10 അടയാളപ്പെടുത്തും. എന്നിട്ട് ആ 10ൽ നിന്ന് നേരെ താഴേക്ക് 10.5, ആ 10ൽ നിന്ന് താഴേക്ക് 10.5, അതാണ് ടക്കിൻ്റെ വശം കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പം മേളിൽ നിന്ന് താഴേക്ക് ഒരു 10 അല്ലെങ്കിൽ 10.5 എടുക്കാം. അവിടെ നിന്ന് താഴേക്കൊരു 10.5 മാർക്ക് ചെയ്തിട്ടാണ് ടക്ക് അടയാളപ്പെടുത്തുന്നത്. അകലം സെൻറ്റർ 4 വെച്ചിട്ട് 8 എടുത്തിട്ടോ. 8 ടോട്ടൽ 8 അകലം. എന്നിട്ട് ഞാൻ ബാക്ക് ടക്ക് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. ബാക്ക് ടക്ക് എല്ലാവരും ഇടണം കേട്ടോ. ഫ്രണ്ടൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബാക്കിൽ എല്ലാവരും തന്നെ ഇടണേ, എന്നാലേ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ രീതി തയ്ച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് ഷേപ്പായിട്ടൊക്കെ കിട്ടുള്ളൂ. ആ ബാക്ക് ടക്കിൻ്റെ ആ ഒരു അടിപ്പും കൂടി നോക്കിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ അളവിൽ കാൽക്കുലേഷനൊക്കെ എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടെക്കും എല്ലാവരും ഇട്ട് കൊടുക്കണം, മറന്നു പോകരുത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ ലൂസായിട്ട് കിടക്കും. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ ബാക്ക് ടെക്കും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചുരിദാർ എല്ലാ വശങ്ങളും അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നെക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുവാണ്. ബാക്കും ഫ്രണ്ട് ഞാൻ ഹെമ്മിങ് ചെയ്തെടുക്കുവാണ്. അറിയാം നമുക്ക് ബുദ്ധിമുട്ടാണ്, മടിയുള്ള കാര്യമാണ് ഹെമ്മിങ് ചെയ്യാൻ. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ ചുരിദാറായിട്ട് ബ്ലൗസായിട്ട് ഹെമ്മിങ് ചെയ്യേണ്ട വശങ്ങളെല്ലാം ഹെം ചെയ്ത് തന്നെ എടുക്കും. ഞാനിപ്പോൾ ഈ ടോപ്പിൽ അടിപ്പിട്ടാലും അടിപ്പ് കാണത്തൊന്നുമില്ല, കാരണം പ്രിൻറ്റഡ് ആയതുകൊണ്ട് അടിപ്പ് അങ്ങനെ എടുത്തറിയത്തൊന്നുമില്ല. എന്നാലും ഞാൻ ഹെമ്മിങ് തന്നെ, എനിക്ക് അതാണ് ഒരു തൃപ്തി കേട്ടോ. നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ട വശങ്ങളെല്ലാം ഹെമ്മിങ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. അതാണ് കാണാനും ഭംഗി.
തയ്ച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ആ തുന്നിയൊക്കെ എടുക്കുമ്പോഴുള്ള നെക്കൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ പറയാൻ മറന്നുപോയി, നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അരികിൽ സെപ്പറേറ്റ് ഒരു അടിപ്പും കൂടി ഇടേണ്ട. ആ ഒരൊറ്റ അടിപ്പിൽ സ്ലിറ്റ് അടിക്കില്ല, ആ ഒരടിപ്പ് മതി. അവിടെ രണ്ടടിപ്പ് ഇടേണ്ട കാര്യമൊന്നുമില്ല, ഒരടിപ്പ് മതി. വെറുതെ കുറേ തയ്യലാക്കിയിട്ട് കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അത് ഉണ്ടാകാതിരിക്കരുത്. അപ്പോൾ അവിടെയൊക്കെ ഒരടിപ്പ് മതി, അതാണ് ഭംഗി കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ സംശയമുള്ളവർ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞൊക്കെ തരാം. അപ്പോൾ ഞാൻ ആ നെക്ക് പോർഷനും കൂടി ഒന്ന് തുന്നിയെടുക്കുവാണ്. ഹെമ്മിങ്ങൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് കൈത്തുന്നലാണ്. തയ്യലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം പഠിക്കുന്നത് കൈത്തുന്നലാണ്. അപ്പോൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒന്ന് ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. എൻ്റെ ഒരു ഫിറ്റ് ഇത് മതിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇനി ഷേപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് ഷേപ്പ് ചെയ്യാം, പക്ഷേ എനിക്കിത് കറക്റ്റായിരുന്നു. പിന്നെ കൈയിൻ്റെ ഷേപ്പൊക്കെ കണ്ടോ, പറഞ്ഞ പോലെ തന്നെ കൈ നമ്മൾ ആ 3 ഷേപ്പൊക്കെ എടുക്കുമ്പോൾ കൈയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വരും. ബാക്കിൽ ടക്ക് ഇട്ടുകൊണ്ട് ബാക്കും നല്ല കറക്റ്റായിട്ടൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും സ്ക്വയറിനൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ആ സെയിം കളർ തന്നെ, നമ്മളിങ്ങനെ മെറ്റീരിയലൊക്കെ കുറഞ്ഞ വിലയുടെ ആകുമ്പോഴേ കുറച്ച് ബോട്ടം ഷോളൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് നല്ലതായിട്ട്, നല്ല മീൻസ് അതിൻ്റെ കളർ മാച്ചിങ് തന്നെ എടുത്താണ്ടല്ലോ നമുക്ക് ഇത് നൈറ്റി മെറ്റീരിയലാണെന്ന് പറയേയില്ല. കണ്ട ചുരിദാറിൻ്റെ പോലെ തന്നെയുണ്ട്. ഞാൻ എൻ്റെ വയറിൻ്റെ ദയനീയാവസ്ഥ കണ്ടത് ഞെട്ടിയതാട്ടോ. അപ്പോൾ ഞാൻ ആ സെയിം കളർ തന്നെയാണ്, ആ ഗ്രീൻ തന്നെയാണ് ബോട്ടവും വേറെ ചെയ്തത്. പിന്നെ ഞാൻ ഫ്രണ്ടൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക അവിടെ ഷേപ്പ് കിട്ടും. കണ്ടോ, ഇങ്ങനെ പരന്ന് ഇതായിട്ടൊന്നും ഇരിക്കത്തില്ല, നമുക്ക് ആ ബ്രസ്റ്റിനൊക്കെ ഒരു ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ചിങ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ.